നാട്ടിൽ എന്തുണ്ട് തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ എല്ലായിടത്തു നിന്നും ഈ പ്രാരാബ്ദത്തിൻ്റെയും റോഡ് പൊളിഞ്ഞതിൻ്റെയും വെളിച്ചമില്ലാത്തതിൻ്റെയും ഒക്കെ പരാതി വാർത്തകളാണ് അധികം വരാറുള്ളത്. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് പോസിറ്റീവായി തുടങ്ങിയാലോ. മലപ്പുറം നഗരത്തിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത, ഒരു ആശ്വാസ വാർത്ത. മലപ്പുറം നഗരത്തിലെത്തിയാൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത, രാത്രി വെട്ടവും വെളിച്ചവും ഒന്നുമില്ലാത്ത ആ പഴയ KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ അവർക്കൊക്കെ അറിയാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച്. അത്തരം മോശം ഓർമ്മകളെല്ലാം ഇനി മറക്കാം. ഇനി എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു പുത്തൻ ടെർമിനൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നാളെ വൈകിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുക. മലപ്പുറം MLA P ഉബൈദുള്ളയ്ക്ക് ഇത് മറ്റൊരു ലോകമഹായുദ്ധം ജയിച്ച പോലെയാണ്. കാണാം CV അനുമോദിന്റെ റിപ്പോർട്ട്. പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത ഒരു KSRTC ഡിപ്പോ എന്ന ചീത്തപ്പേര് മലപ്പുറത്തിന് വിട്ടൊഴിയുകയാണ്. 1982 മലപ്പുറത്ത് KSRTCയുടെ ഈ ഡിപ്പോ തുടങ്ങിയത്. അന്ന് സ്ഥാപിച്ച ഈ ഓഫീസ് ഇനി ഏറെ ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല. പകരം 11 കോടി ചെലവിൽ നിർമ്മിച്ച ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള പുതിയ ടെർമിനലിലൂടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു KSRTC നല്ലൊരു ടെർമിനൽ എന്നുള്ളത്. പക്ഷേ വർഷങ്ങൾ നീണ്ടു നിന്നു ആ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ. ഒടുവിൽ 9 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. MLA ഉബൈദുള്ളയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അല്പം വൈകാരികമായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. മലപ്പുറത്തെ KSRTC ഡിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജില്ലാസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്താണ്. കേരളത്തിൽ പലയിടത്തും ടൗണിൻ്റെ ഹൃദയഭാഗത്ത് KSRTC ഡിപ്പോ ഉണ്ട്. എന്നാൽ ഇത്ര വിശാലമായ യാർഡും സൗകര്യങ്ങളുള്ള KSRTC ഡിപ്പോ ഒരു ജില്ലാസ്ഥാനത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ യാർഡ് ഇതൊന്ന് നന്നായി കാണണം എന്ന് മലപ്പുറത്ത് മാത്രമല്ല ജില്ലയിലെ മൊത്തം ജനങ്ങൾ, ജില്ലയ്ക്ക് പുറത്തുള്ള ഇവിടെ യാത്രക്കാരെ എത്തുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരായിട്ട് ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് KSRTC ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പല ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നവീകരണം വർഷങ്ങളായി ഈ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊതുഗതാഗത സർവീസിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് KSRTC സ്റ്റാൻഡ് നവീകരിക്കണം എന്ന ആഗ്രഹവും താല്പര്യവും അവരൊക്കെ കാണിക്കുന്നത്. എന്നാൽ അവരൊക്കെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ടെർമിനലായി KSRTC ഡിപ്പോ ആയി മലപ്പുറം ഡിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെർമിനലിൻ്റെ സൗകര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആളുകൾക്ക് കാത്തിരിക്കാനുള്ള, വിശ്രമിക്കാനുള്ള ഇടം, അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുക അവിടെ AC ശീതീകരിച്ച വിശ്രമിക്കാനുള്ള മുറിയുണ്ട്. ദീർഘദൂര യാത്രക്കാർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ സാമഗ്രികൾ വയ്ക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും വിവിധ ഇടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്താനുള്ള ഇടങ്ങളൊക്കെ. തിരുവനന്തപുരത്തേക്കുള്ള ടെർമിനലിൻ്റെ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫാമിലി വെയിറ്റിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു CSR ഫണ്ട് മുഖേനയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പരിപാലനം KSRTC ആണ്. ശീതീകരിച്ച വിശ്രമിച്ച മുറി. ഇതിൽ ഈ ഒരു മലപ്പുറത്തിൻ്റെ ഈ ഒരു ടെർമിനൽ എന്നത് ഈ നാടിൻ്റെ വലിയ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇത് എന്തുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു ഇത്രയും കാലം ഉയർന്നിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ നിർമ്മാണം ഇത്രത്തോളം വൈകിച്ചതെന്നാണ് MLA പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് തടസ്സം. അതാണ്. അപ്പോൾ നമുക്ക് ഈ 5 കോടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശ്രമിക്കാം. ഏതായാലും ഇത് മലപ്പുറം ടൗണിൻ്റെ അത് തുടക്കമാണ്. മലപ്പുറം ടൗണിൻ്റെ മുഖച്ഛായ അക്ഷരാർത്ഥത്തിൽ മാറ്റുന്ന ഒരു സംരംഭമായി KSRTC മലപ്പുറം ഡിപ്പോ മാറും. മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൽ ഇനിയും ഞാനുണ്ടാവും. തീർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബസ് ടെർമിനലും വിശ്രമിക്കാനുള്ള മുറികളും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഇതിനപ്പുറം ഇനിയും കുറച്ചുകൂടി ആവശ്യങ്ങളുണ്ട്. ഇവിടെ ഒരു ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സ്ഥലമോ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പഴയ ഓഫീസ് ഇരിക്കുന്ന ആ ഒരു മേഖലയിലാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു സാഹചര്യമുള്ളത്, സാധ്യതയുള്ളത്. ഏറെ വൈകാതെ സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്നത് മുറയ്ക്ക് അവിടെ ആളുകളുടെ ഒരു പാർക്കിംഗ് ഏരിയ കൂടി നിർമ്മിക്കാനും ആലോചന നടക്കുന്നുണ്ട്. ആണെങ്കിൽ MLA സംബന്ധിച്ച് ഇത് 2ാം ലോക മഹായുദ്ധം ജയിച്ച ഒരു സന്തോഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് കേൾക്കാം. ഞാൻ MLA ഉടനെ തുടങ്ങിയതാണ് ഈ KSRTC ഡിപ്പോയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് പലതവണ
നിരന്തരമായി ശക്തമായി ഇത് ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെ ഉണ്ട് ഒരു 15 വർഷമായിട്ട്. അവസാനം 2015 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 7,90,00,000 രൂപ ഇതിനുവേണ്ടി അനുവദിച്ചത്. അപ്പോൾ അന്ന് ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഓർക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഉബൈദുള്ളക്ക് ഇന്ന് ലോകമഹായുദ്ധം ജയിച്ച പ്രതീതിയാണെന്നാണ് അന്ന് അദ്ദേഹം തറക്കല്ലിൽ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു 2ാം ലോകമഹായുദ്ധം ജയിച്ച പ്രതീതിയിലേക്കാണ് ഞാൻ പോകുന്നത്. വെള്ളിയാഴ്ചയാണ് KSRTC ടെർമിനലിൻ്റെ ഉദ്ഘാടനം. മന്ത്രി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനത്തിന് എത്തിച്ചേരുക. എന്നെങ്കിലും മലപ്പുറത്തിൻ്റെ ദീർഘകാലത്തെ ഒരാവശ്യം, ചിരകാല അഭിലാഷം എന്നൊക്കെ പറയാം, അത് പൂർത്തീകരിക്കുകയാണ്, പൂവണിയുകയാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഈ ഒരു ടെർമിനലിൽ ഇനിയും ഉണ്ടാകട്ടെ. സാധാരണ KSRTC ടെർമിനലിനെ കുറിച്ചുള്ളൊക്കെ എപ്പോഴും ആക്ഷേപങ്ങളും പഴികളൊക്കെ ഒരുപാട് വരുന്നതാണ്. ഈ ഒരു ടെർമിനൽ അതിൽ നിന്നെല്ലാം മാറി ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സൗകര്യപ്രദമാകുന്ന ഒന്നാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാണെങ്കിലും മലപ്പുറം ഈ ഒരു കാര്യത്തിൽ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നു എന്ന കാര്യത്തിൽ ഏറെ സന്തോഷത്തിലാണ് മലപ്പുറംകാർ. മലപ്പുറത്തും CV അനുമോദ്, ന്യൂസ് 18. അങ്ങനെ ഒരു സന്തോഷ വാർത്തയോടെ നമുക്ക് ഈ ദിവസം തുടങ്ങാം. ഇനി കാസർഗോഡ് നടപ്പാക്കിയ വിവിധ നീർത്തട ജലസംരക്ഷണ പദ്ധതികൾ വിലയിരുത്തി കേന്ദ്ര സംഘം. പൂർത്തിയായ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ സംഘം നേരിട്ട് കണ്ട് വിലയിരുത്തുകയായിരുന്നു. പള്ളിക്കരയിൽ പുഴ സംരക്ഷണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പാക്കിയ കയർ ഭൂവസ്ത്ര നിർമ്മാണം, കള്ളർ പഞ്ചായത്തിലെ ചെക്ക് ഡാം, വെസ്റ്റലേരി, കിനാനൂർ, കളിന്തരം പഞ്ചായത്തുകളിലെ ബണ്ടുകൾ, കുളം റീചാർജിംഗ് പ്രവൃത്തികൾ, നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈസ്റ്റ് എലേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ കണ്ടാരം സ്പ്രിംഗ് ഷെഡ് പദ്ധതികൾ തുടങ്ങിയവയാണ് കേന്ദ്ര ജൽശക്തി അഭിയാൻ സംഘം സന്ദർശിച്ചത്. നീലേശ്വരം നഗരസഭയിൽ ജലസേചന വകുപ്പ് സ്ഥാപിച്ച തടയണകളും കലക്ടറുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം സന്ദർശിച്ചു. പദ്ധതി പ്രദേശങ്ങളിലെ മണ്ണ് ഉറവ സംരക്ഷണം, മേൽക്കൂര മഴവെള്ള റീചാർജിംഗ്, കല്ലെടുക്ക് തടയണകൾ തുടങ്ങിയ പ്രവൃത്തികൾ വിലയിരുത്തിയ സംഘം ഗ്രാമവികസന സമിതിയുമായും ഗുണഭോക്തൃ കുടുംബങ്ങളുമായും ആശയവിനിമയം നടത്തി. കലക്ടർ K. ഇമ്പശേഖരൻ, കേന്ദ്ര ജലവിഭവ ബോർഡ് സയന്റിസ്റ്റ് V. അനു, കേന്ദ്ര ജല കമ്മീഷൻ സബ് ഡിവിഷണൽ എഞ്ചിനീയർ K. പ്രമോദ്, ജില്ലാ ഭൂജല വകുപ്പ് മേധാവി അരുൺദാസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തെ അനുഗമിച്ചു. ന്യൂസ് 18 നീലേശ്വരം. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ മൊബൈൽ കവറേജ് ലഭിക്കാത്തത് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കോന്നിയിലെ കൊക്കാത്തോട്, കല്ലേലി തുടങ്ങിയ മേഖലകളിലെ പ്രദേശവാസികളാണ് പുറംലോകവുമായി ബന്ധപ്പെടാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. മലയോര ഗ്രാമമായ കൊക്കോത്തോട്ടിലെ പ്രദേശവാസികൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് മൊബൈൽ ഫോണുകൾ. എന്നാൽ കുറച്ചു നാളുകളായി മതിയായ കവറേജ് ലഭിക്കാത്തതിനാൽ ഫോണുകൾ പലതും നിശ്ചലമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശത്ത് പുറംലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഏക മാർഗം ഇല്ലാതായതോടെ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട്. BSNL ഉപയോക്താക്കളാണ് ഏറെയുമുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ BSNL ആണ് ഫോൺ ഉള്ളത്. സിമ്മ് BSNL. എന്നാൽ അത് ഇന്നലെയാണ് 4ാമത്തെ ദിവസം വൈകിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കര പരാജയമായിട്ടിരിക്കുമായിരുന്നു. ഇനി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും BSNL അങ്ങ് മാറാൻ തുടങ്ങുമെന്നാണ് എനിക്കൊരു സംശയം. അവർ 4 ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാലൊക്കെ ഉണ്ട്. അവരെന്തോ ഇന്നലെ വന്ന് അവിടെ കാട്ട് കുഴിച്ച് കിട്ടി അങ്ങനെ ആയിട്ട് നിൽക്കുക. ഇപ്പം പണ്ടിങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി കൊക്കാത്തോട്ടിൽ നിന്ന് പോയി കോന്നി ചെന്ന് വല്ലതും വിവരം പറയണം, അല്ലാണ്ട് ഒരു ബന്ധവുമില്ല. ഫോണിൽ കൂടെ ഇന്ന് ഫോൺ വന്നണക്കെ പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക ഇതില്ലെങ്കിൽ. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതരെ ബന്ധപ്പെടാനും കഴിയാറില്ല. ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനും ബന്ധപ്പെടുന്നതിനുമുള്ള മാർഗവും നിലച്ചു. പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് തിരുവേഗപ്പുറ മലമൽ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി. സംഭവം വാർത്തയായതിനു പിന്നാലെ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയരുകയും തുടർന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഇംപാക്ട്. കഴിഞ്ഞ 25 വർഷമായി തിരുവേഗപ്പുറ മലമൽ റോഡ് പ്രദേശത്തെ കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നു. 75ഓളം കുടുംബങ്ങൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. കനത്ത മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ദിവസങ്ങളോളം നിൽക്കും. ഇതോടെ മുട്ടറ്റമുള്ള വെള്ളക്കെട്ട് താണ്ടി വേണം ജനങ്ങൾക്ക് പ്രധാന പാതയിലെത്താൻ.
ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് CPMന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചു. തുടർന്ന് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച പ്രദേശം സന്ദർശിച്ചു. ശാശ്വത പരിഹാരത്തിനായി പ്രധാന പാതയിലെ അഴുക്കുചാൽ നവീകരിക്കുന്നതിനും ഓവുചാൽ നിർമ്മാണത്തിനുമായി സർക്കാരിലേക്ക് 35 ലക്ഷം രൂപയുടെ പദ്ധതി രൂപരേഖ സമർപ്പിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. താൽക്കാലിക പരിഹാരത്തിനായി നിലവിലെ അഴുക്കുചാൽ വൃത്തിയാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഇവിടുന്ന് ഡ്രെയിനേജ് വഴി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ആ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കും. അതിൻ്റെ പുറമെ നമുക്കറിയാം കൊപ്പം ഇപ്പോൾ ഈ വളാഞ്ചേരി റോഡിൽ വിവിധ ഭാഗത്ത് ഇപ്പോൾ പപ്പടപ്പടി നേരത്തെ കഴിഞ്ഞു, ഒന്നാന്തിപ്പടി ഇപ്പോൾ സൈഡ് കെട്ടി അത് പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം മറ്റു വിവിധ ഭാഗങ്ങളിൽ കൂടി സൈഡ് കെട്ടാനും അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊപ്പം ടൗണിൽ നിന്ന് വരുന്നിടത്തും ഇതുപോലെ വെള്ളം നിന്നുകൊണ്ടുള്ള വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി അതിനും ഫണ്ട് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലൂടെ നിരന്തരം സഞ്ചരിച്ച് കാലിൽ ചൊറിച്ചിലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് കാരണം ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഈ വഴിക്ക് വരാറില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇതോടെ ദുരിതത്തിലായി. വെള്ളക്കെട്ടിൽ പാമ്പടക്കമുള്ള ഭീഷണിയുള്ളതായും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ വട്ടവട റോഡ് തകർന്നിട്ട് കാലങ്ങളായെങ്കിലും നന്നാക്കാൻ യാതൊരു നടപടിയുമില്ല. ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടുംചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗങ്ങളാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭാഗങ്ങളുള്ളത്. അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാൽനട യാത്ര പോലും അസാധ്യമായ അവസ്ഥയിലാണ് ടോപ്പ് സ്റ്റേഷൻ മുതൽ പമ്പാടുംചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള റോഡ്. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വട്ടവട മേഖലയിൽ നിന്നുള്ള ജനങ്ങളും വട്ടവട ടോപ്പ് സ്റ്റേഷൻ മേഖലകളിലെത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും ദൈനംദിന യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ്. എന്നാൽ ടോപ്പ് സ്റ്റേഷൻ മുതൽ പമ്പാടുംചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള 8 കിലോമീറ്ററോളം റോഡ് വലിയ തോതിൽ തകർന്നു കിടക്കുമ്പോൾ അധികൃതർ ഇടപെടാത്തതിലാണ് വൻ പ്രതിഷേധമുയരുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് ടോപ്പ് സ്റ്റേഷനിൽ 8 കിലോമീറ്റർ റോഡുകൾ വർഷങ്ങളായി ശോചനാവസ്ഥയിലാണ്. ഈ റോഡിന് ഉടൻ തന്നെ തമിഴ്നാട് സർക്കാരാണ് ഈ റോഡ് ചെയ്യേണ്ടത്. ഈ റോഡിൽ കൂടെ വട്ടവടയിലേക്ക് പോകുന്ന നിരവധിയായ ടൂറിസ്റ്റുകൾ ടോപ്പ് സ്റ്റേഷൻ കാണാനും വട്ടവടയ്ക്ക് പോകാനും നിരവധിയായ ടൂറിസ്റ്റുകളും അതുപോലെ വട്ടവടയിലെ സാധാരണക്കാര കൃഷിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന ഈ വഴി ശോചനീയാവസ്ഥ കുണ്ടും കുഴിയുമായതുകൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അടിയന്തരമായി റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഴക്കാലമായതോടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് റോഡിൽ വെള്ളക്കെട്ടുമുണ്ടായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽപ്പെട്ട് പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇടപെട്ടില്ലെന്നാണ് ആക്ഷേപം. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ അന്വേഷണം തുടങ്ങി. മലപ്പുറം ജില്ലാ കളക്ടർ നിയോഗിച്ച സമിതി പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തൂതപ്പുഴയ്ക്ക് കുറുകെ പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂരിനെയും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. 69 കോടി രൂപ ചെലവഴിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായി. എന്നാൽ അപ്രോച്ച് റോഡ് കൂടി യാഥാർത്ഥ്യമാക്കാനുണ്ട്. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ വലിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. കനത്ത മഴയിൽ വെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് കയറുമെന്നതാണ് പ്രധാന ആശങ്ക. നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ഇതിനു പുറമെ പുഴയിൽ നിന്നും മണൽ നീക്കം ചെയ്യാനും തീരുമാനമുണ്ട്. മണൽ നീക്കം ചെയ്താൽ പുഴയിൽ കൃത്രിമ കയം രൂപപ്പെടുകയും ഇത് മറ്റ് പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുമെന്നുമാണ് പരാതി. ഇവിടെ നിന്ന് മണൽ മാറ്റിയിട്ട് വെള്ളം പോകാനുള്ള വഴിയൊരുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഉള്ളതെന്നും അത് അന്വേഷിച്ച് എന്താ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഒരു കമ്മിറ്റീനെ രൂപീകരിച്ച് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്മിറ്റിയിൽ 2 ആവശ്യങ്ങളായിരുന്നു കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫോൾട്ട് ഉണ്ടോ എന്നുള്ളതും, രണ്ടാമത്തത് അതിൻ്റെ റെമഡി മെഷറിൻ്റെ സാധ്യതയും. അപ്പോൾ റെമഡി മെഷറിൻ്റെ സാധ്യതകൾ ഈ കമ്മിറ്റികളെ അംഗങ്ങളെല്ലാവരും കൂടിയും ചേർന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ അത് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വന്നിട്ട് അത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഉചിതം. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗം ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികളടങ്ങിയ സംഘമാണ് അന്വേഷണത്തിനെത്തിയത്. അതാത് വകുപ്പ് മേധാവികളുടെ റിപ്പോർട്ടുകൾ സമിതി കൺവീനർക്ക് നൽകി തുടർന്ന് വിശദമായ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി.
കാസർഗോഡ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അതേസമയം പാർശ്വഭിത്തിക്ക് മുകളിലെ വിള്ളൽ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ ബേവിഞ്ചയിലാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണം. പ്രവൃത്തി 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകിയിരുന്നു. പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ 5 ദിവസം കൂടി വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറെ ദേശീയപാത നിർമ്മാണ കമ്പനി അറിയിച്ചു. എന്നാൽ 4 ദിവസം കൊണ്ട് തീർക്കണമെന്ന് കളക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ 24 മണിക്കൂറും ജോലിയെടുത്ത് 4 ദിവസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാമെന്ന് പ്രതിനിധികൾ ഉറപ്പു നൽകി. ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ 5 ദിവസത്തിനകം ഇതുവഴിയുള്ള ഗതാഗതവും പുനരാരംഭിക്കാനാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള കുന്നിൻ മുകളിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും. കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായതാണ് കാരണം. ഡ്രോൺ പരിശോധന മഴയില്ലാത്ത സമയത്ത് മാത്രമേ നടത്താൻ കഴിയൂ. അടുത്ത ദിവസങ്ങളിൽ ജില്ലയിലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതോടെ പരിശോധന നീളാനാണ് സാധ്യത. മഴയെ നേരിടാമെങ്കിലും ശക്തമായ കാറ്റ് വീശിയടിക്കുന്നത് ഡ്രോൺ പറത്താൻ തടസ്സമാകും. പ്രദേശത്ത് വിള്ളലുള്ള കാര്യം സ്ഥിരീകരിച്ചെങ്കിലും എത്ര ദൂരത്തിൽ എവിടെയൊക്കെ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത 7 കിലോമീറ്ററിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. അപകട ഭീഷണിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇത് കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. തൊടുപുഴ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ പൊതു കളിസ്ഥലത്തിനായി കണ്ടെത്തിയ ഭൂമിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ തർക്കം. മലഞ്ചെരുവിൽ കണ്ടെത്തിയ 2 ഏക്കർ ഭൂമി കളിസ്ഥലത്തിന് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ പഞ്ചായത്തിന് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ മാനദണ്ഡപ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. LDF ഭരിക്കുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഇടമറുകിൽ പൊതു കളിസ്ഥലത്തിനായി കണ്ടെത്തിയ 2.5 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് ആരോപണങ്ങൾ. കളിസ്ഥലത്തിനായി കണ്ടെത്തിയ കുന്നിൻ ചെരിവായ ഭൂമി മണ്ണിട്ട് നികത്തി പ്ലേ ഗ്രൗണ്ട് ആക്കണമെങ്കിൽ ഭീമമായ തുക ചിലവുണ്ടാകും. ഇതിന്റെ പിന്നിൽ അഴിമതിയുണ്ടെന്നും അതിനാൽ ഹൈക്കോടതിയെ സമീപിച്ചെന്നും പ്രതിപക്ഷം പറയുന്നു. സ്ഥലത്തിനായി നിശ്ചയിച്ച വിലയും ഇവിടേക്കുള്ള പാതയും പദ്ധതിക്ക് ഉതകുന്നതല്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. മതിപ്പ് വിലയേക്കാൾ അധിക തുകയായ 60 ലക്ഷം രൂപയ്ക്കാണ് 2.5 ഏക്കർ ഭൂമി ഉടുമ്പന്നൂരിന്റെ ഉൾപ്രദേശത്ത് പഞ്ചായത്ത് വാങ്ങാനൊരുങ്ങുന്നത്. ആംബുലൻസിനും ഫയർഫോഴ്സിനും ഉൾപ്പെടെ കടന്നു ചെല്ലാൻ കഴിയാത്ത ചെങ്കുത്തായ പ്രദേശമാണ് ഇവിടമെന്നും ആരോപണമുണ്ട്. ഇപ്പോൾ ഈ പരാതി പറഞ്ഞു എന്ന് പറയുന്ന ആളുകൾ ആരും, അതുപോലെ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ആളുകളോ മറ്റാളുകളോ ആരും മറ്റൊരു താല്പര്യപത്രം സമർപ്പിക്കുകയോ മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ വിഷയം ഗ്രാമപഞ്ചായത്ത് ചർച്ച ചെയ്തപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെമായി ഒരു സ്ഥലം മാത്രമാണ് പിന്നെ ശേഷിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അത് പിന്നെ രണ്ടാമത്തെ അതിന് നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് നിയമപരമായി ഏറ്റെടുക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് നിശ്ചയിച്ച് തരേണ്ടത് ജില്ലാ ഗവൺമെൻറ് പ്ലീഡറാണ്. അപ്പോൾ ജില്ലാ ഗവൺമെൻറ് പ്ലീഡറെ അടുത്ത് നമ്മൾ അതിനുള്ള നോട്ടീസ് കത്ത് കൊടുത്തു. അദ്ദേഹം അത് പരിശോധിച്ചിട്ട് വിശദമായ നോട്ട് നമുക്ക് നൽകി. എന്നാൽ ഉടുമ്പന്നൂരിലെ കായിക പ്രതിഭകളുടെ ഭാവി നശിപ്പിക്കുന്ന നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഭരണസമിതി കുറ്റപ്പെടുത്തുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം മാത്രമാണ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതെന്നും പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം എല്ലാ വിഷയങ്ങളും പരിശോധിച്ചാണ് ഭൂമി വാങ്ങുന്ന നടപടികളുമായി മുൻപോട്ട് പോയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് തികച്ചും രാഷ്ട്രീയം മുന്നിൽ കണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. ഈ സ്ഥലത്തിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ രേഖാമൂലം കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി ഞങ്ങൾ ഈ സ്ഥലമെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ട രേഖാമൂലം മറുപടി തന്നില്ല. ഞങ്ങൾ വിയോനക്കുറിപ്പ് രേഖപ്പെടുത്തി. ആ വിയോനക്കുറിപ്പ് ഞങ്ങൾ തരുകയും ചെയ്തു. പ്രതിപക്ഷം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ നൽകാനാണ് ഹൈക്കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പൊതുകളിസ്ഥലം അനുയോജ്യമായ സ്ഥലത്ത് നടപ്പാക്കുന്നതിൽ എതിർപ്പില്ലെന്നും ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ഡ്രയർ മെഷീൻ മാസങ്ങളോളമായി ഉപയോഗശൂന്യമായ അവസ്ഥയിൽ. മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ഡ്രയർ മെഷീനാണ് അനാഥമായി കിടക്കുന്നത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയതാണ് ഈ ഡ്രയർ മെഷീൻ മാസങ്ങളോളമായി പെരുമുക്ക് കോലത്തുപാടം കോൾപ്പടവിൽ അനാഥമായി കിടക്കുന്ന സാഹചര്യമാണ്.
മഴ കനത്തതോടെ യന്ത്രഭാഗങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി. 2022-23 സാമ്പത്തിക വർഷത്തിൽ കർഷകർക്ക് വേണ്ടി 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇവിടെ നെല്ല് ഉണക്കുന്നതിന് വേണ്ടി വാങ്ങിവെച്ച ഈ ഡ്രയർ മെഷീൻ ഈ നാട്ടിലെ എത്രത്തോളം കർഷകർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ, ആരും നോക്കാനില്ലാതെ ഇത് അനാഥമായി വർഷങ്ങളോളമായി ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ എത്രയോ വർഷക്കാലത്തേക്ക് ഉപയോഗിക്കേണ്ട, അതിന് ഗ്യാരണ്ടിയുള്ള ഒരു മെഷീൻ ഇനി കമ്പനിയിൽ പോലും പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികൃതരുടെ അനാസ്ഥ, ഒരു തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മനസ്സിലാക്കി ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഈ പ്രദേശം ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അവരുടെ എല്ലാം തന്നെ കൺമുമ്പിൽ ഈ വിഷയം നടക്കുമ്പോൾ ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായിരിക്കണം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരായി ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അടിയന്തരമായി മെഷീൻ ഉപയോഗയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരൂർ.